മിശിഹായ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 തിമോത്തി 3:8 ഫസ്റ്റ് ലെറ്റർ ടു തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 8. അതുപോലെ തന്നെ ഡീക്കന്മാർ ഗൗരവബുദ്ധികളായിരിക്കണം, അസത്യവാദികളോ മദ്യാസക്തിക്ക് അധീനരോ ഹീനമായ ലാഭേച്ഛയുള്ളവരോ ആയിരിക്കരുത്. വിശുദ്ധ പൗലോസ് സഹപ്രവർത്തകനായ തിമോത്തിയോസിന് എഴുതുമ്പോൾ സഭാ ശുശ്രൂഷകന്മാരുടെ സ്വഭാവം എന്തായിരിക്കണമെന്ന് എടുത്തു പറയുകയാണ്. ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം, അഥവാ ഗൗരവമുള്ളവരായിരിക്കണം. സഭാ ശുശ്രൂഷകന്മാർ മാത്രമല്ല, എല്ലാ ക്രൈസ്തവരും അംഗീകരിക്കേണ്ട ജീവിത വീക്ഷണമാണിത്. നാം നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കേണ്ട കാര്യമാണിത്. ക്രൈസ്തവൻ ഗൗരവമുള്ളവനായിരിക്കണം. ആത്മാർത്ഥതയും ഏകാഗ്രതയും ഗാംഭീര്യവും നമ്മുടെ വാക്കുകൾ ഉണ്ടായിരുന്നാൽ മാത്രമേ ദൈവത്തിനും മനുഷ്യർക്കും ബഹുമാന്യമായി നമ്മുടെ ജീവിതം രൂപം പ്രാപിക്കും. വിലയില്ലാത്ത വാക്കുകൾ സംസാരിക്കുന്നത് ഒരിക്കലും ഒരു ക്രൈസ്തവന് ചേർന്നതല്ല. ഇക്കാലത്തെ അപകടങ്ങളിൽ ഒന്ന് ജീവിതത്തിൽ ഗൗരവം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ആത്മാഭിമാനമില്ലാതെ ജീവിക്കുകയും സംസാരിക്കുകയും ചെയ്യുവാൻ മടിക്കുന്നില്ല. എന്തും പറയാം, എന്തും ചെയ്യാം എന്ന് കരുതുന്ന ചില യുവാക്കൾ, ഹിപ്പികളായിട്ട് അലഞ്ഞു തിരിയുന്നു. സാധാരണക്കാരിലും ഗൗരവമില്ലായ്മ കാണാം. എന്തു പറഞ്ഞാലും വിനോദ രീതിയിൽ സംസാരിക്കുന്നു. ദൈവിക മനുഷ്യർ പോലും ഈ പ്രവണതയുണ്ട്. ആളുകളെ രസിപ്പിച്ച് ചിരിപ്പിക്കുന്നവരാണ് ഏറ്റവും വലിയ കഴിവ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. വിദൂഷകനാകാനുള്ള ശ്രമമാണിത്. സർക്കസ് കളത്തിൽ ഗൗരവമായ മെയ്വേലകൾ പ്രദർശിപ്പിക്കുന്നതിനിടയിൽ വിദൂഷകൻ രംഗപ്രവേശനം ചെയ്ത് കോമാളിത്തങ്ങൾ കാണിക്കുന്നു. അത് കാണികൾക്ക് രസപ്രദമാണ്. എന്നാൽ വിദൂഷകൻ മാത്രമുള്ള സർക്കസ് ആരും ഇഷ്ടപ്പെടുകയില്ല. ജീവിതത്തിലും അത് ശരിയാണ്. അതുകൊണ്ട് ഗൗരവമില്ലാത്ത ജീവിതം വിലയില്ലാത്തതാണ്. ദൈവോന്മുഖമായ ഒരു ജീവിതം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.